വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സംരക്ഷണത്തിനു വേണ്ടിയും നിലനിൽപ്പിനു വേണ്ടിയും അവയെ IUCN 9 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. വംശനാശം സംഭവിച്ചവ, കാട്ടിൽ വംശനാശം സംഭവിച്ചവ, ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നത്, വംശനാശ ഭീഷണി നേരിടുന്നവ, ദുർബലമായ ജീവിവർഗങ്ങൾ, കുറഞ്ഞ ഉത്കണ്ഠയുള്ളവ, ഡാറ്റ കിട്ടാത്തവ, മൂല്യനിർണ്ണയം ചെയ്യപ്പെടാനാകാത്തവ എന്നിങ്ങനെയാണ് 9 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ പേജിനും ഓരോ നിറമാണ് നൽകിയിട്ടുള്ളത്. എക്സ്റ്റിൻറ്റ് ആയവയ്ക്ക് കറുത്ത നിറവും, എക്സ്റ്റിൻറ്റ് ഇൻ ദ വൈൽഡ് എന്ന കാറ്റഗറിക്ക് പർപ്പിൾ നിറം, റീജിയണലി എക്സ്റ്റിൻറ്റ് ആയവയ്ക്ക് വയലറ്റ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളവയ്ക്ക് റെഡ്, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളവയ്ക്ക് ഓറഞ്ച്, വൾണറബിൾ ആയിട്ടുള്ളവയ്ക്ക് യെല്ലോ, നിയർ ത്രെറ്റൻഡ് ആയിട്ടുള്ളവയ്ക്ക് ലൈറ്റ് ഗ്രീൻ ആൻഡ് ലീസ്റ്റ് കൺസേൺ ആയിട്ടുള്ളവർക്ക് ഗ്രീൻ. എക്സ്റ്റിൻറ്റ് എന്ന് പറയുമ്പോൾ അവസാനത്തെ ജീവിയും അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മറഞ്ഞുവെന്ന് രേഖപ്പെടുത്തുമ്പോഴാണ് അതിനെ വംശനാശം സംഭവിച്ചു എന്ന് പറയുന്നത്. സാധാരണ അതിനെ കാണപ്പെടുന്ന സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ കാണപ്പെടാൻ സാധ്യതയുള്ള ആവാസ വ്യവസ്ഥയിലോ ആ ജീവിയെ രേഖപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അവയെ വംശനാശം സംഭവിച്ചതായി കണക്കാക്കുന്നു. ഉദാഹരണം ഡോഡോ പക്ഷി, പാസഞ്ചർ പ്രാവ്. സാധാരണ ആവാസ വ്യവസ്ഥയിൽ കാണാൻ സാധിക്കാതെ വരികയും അതേസമയം മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ ആ ജീവിയെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അതിനെ എക്സ്റ്റിൻറ്റ് ഇൻ ദ വൈൽഡ് എന്ന് പറയാം. ഉദാഹരണം സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവയിൽ ഒരു ജീവിയെ കണ്ടെത്തുമ്പോഴാണ് നമുക്കതിനെ എക്സ്റ്റിൻറ്റ് ഇൻ ദ വൈൽഡ് എന്ന് പറയാൻ സാധിക്കുന്നത്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ജനസംഖ്യ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 90% കുറയുകയോ അല്ലെങ്കിൽ പൂർണ്ണ വളർച്ചയെത്തിയ ജീവികളുടെ എണ്ണം 50-ൽ താഴെ എത്തുകയോ ചെയ്താൽ അവയെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയാം. ഉദാഹരണം പിഗ്മി ഹോഗ്. എൻഡേഞ്ചേർഡ് ജനസംഖ്യ കഴിഞ്ഞ 10 വർഷത്തിനിടെ 70% കുറയുകയോ അല്ലെങ്കിൽ എണ്ണത്തിൽ പൂർണ്ണ വളർച്ച പ്രാപിച്ചവയുടെ എണ്ണം 250-ൽ താഴെ ആവുകയോ ചെയ്താൽ അവയെ വംശനാശ ഭീഷണി നേരിടുന്നവ എന്ന് പറയാം. വൾണറബിൾ സ്പീഷീസ് ജനസംഖ്യ കഴിഞ്ഞ 10 വർഷത്തിനിടെ 50% കുറയുകയോ അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച പ്രാപിച്ചവയുടെ ജനസംഖ്യ 10,000-ൽ താഴെ എത്തുകയോ ചെയ്താൽ അവയെ വൾണറബിൾ സ്പീഷീസ് എന്ന് പറയാം. നിയർ ത്രെറ്റൻഡ് ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നവ അല്ലെങ്കിൽ ഭാവിയിൽ വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുള്ളവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലീസ്റ്റ് കൺസേൺ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടാത്തവ അല്ലെങ്കിൽ വ്യാപകമായി കാണപ്പെടുന്നവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡേറ്റ ഡെഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ആവശ്യമായ വിവരങ്ങൾ ലഭിക്കാതെ വരുന്നവയെ ഡേറ്റ ഡെഫിഷ്യൻ്റ് എന്ന ഗണത്തിൽ പെടുത്തുന്നു. അതുപോലെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി വിലയിരുത്താൻ സാധിക്കാത്തവയെ നോട്ട് ഇവാലുവേറ്റഡ് എന്ന ഗണത്തിലും പെടുത്തുന്നു.